സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ ഇഞ്ചോടിഞ്ചു പോരാട്ടം. 53 പോയിന്റ് വീതമുള്ള തൃശൂരും കണ്ണൂരും ജില്ലയുമാണ് 53 പോയിന്റുമായി ഇഞ്ചോടിഞ്ചുള്ളത്. സ്കൂളുകളിൽ പാലക്കാട് BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമതുള്ളത്. ഷഹദ് റഹ്മാനും സ്മിത ഹരിദാസും ചേരുന്നുണ്ട് വിശേഷങ്ങളുമായി. ഷഹദ്, സ്മിത, എങ്ങനെയുണ്ട് കലോത്സവ നഗരിയിൽ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇഞ്ചോടിഞ്ചു പോരാട്ടമാണല്ലോ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വൈകിട്ടാകുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയല്ലേ സ്മിത? ഇപ്പൊ വൈകിട്ടായപ്പോ ഒരുപാട് പേര് ഇങ്ങനെ വരുന്നു. പിന്നെ തിരുവനന്തപുരത്തിനെ കുറിച്ച് പറയുന്നത് എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരാണ്. അപ്പൊ വൈകിട്ടാണ് ഇവര് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ എത്തുക. അതിനാണെന്ന് തോന്നുന്നത് എല്ലാവരും വന്നുകൊണ്ടേയിരിക്കും. അല്ല, രാവിലെ നമുക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ആരും വരുന്നില്ല, കാണാൻ ആളില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ പതിയെ ആൾക്കാർ വന്നു തുടങ്ങുന്നുണ്ട്. അത് നമുക്ക് ഒരു ഊർജ്ജം തരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇനി രാത്രി ഇതൊന്നല്ല പൂരം, ഇതിനേക്കാൾ തൃശ്ശൂർ പൂരം പോലെ പൂരമായിരിക്കും. പക്ഷെ ഇപ്പൊ എല്ലാരും വിചാരിക്കണ്ടാവും ആരാണ് നമ്മുടെ കൂടെ. കാർത്തിക കല്യാണി അല്ലെ? ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയി. കാർത്തിക കല്യാണി രണ്ട് പേരുണ്ട് അല്ലെ? മോള് കുച്ചിപ്പുടി മത്സരമാണ്. എപ്പോ മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്? ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമാവും. ഈ കാർത്തികക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാർത്തിക തിരുവനന്തപുരം ജില്ലക്കാരിയാണ്. അപ്പം സ്വന്തം ജില്ലയിൽ കലോത്സവം വന്നപ്പം ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേകത ഉണ്ട്. ആ ഒരു ഭാഗ്യമുണ്ട്. സന്തോഷമുണ്ട് അല്ലേ? കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. നമുക്ക് ഇനി പറഞ്ഞു നിന്ന് പ്രേക്ഷകരെ വലയ്ക്കുന്നില്ല, കാർത്തികയുടെ പെർഫോമൻസിലേക്ക് പോവാം നമുക്ക് അല്ലേ? ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. അടിപൊളി അല്ലേ സ്മിത? യെസ്, അതായത് ഈ ഒരു വൈകുന്നേരത്തിന് പറ്റിയ പെർഫോമൻസ് ആയിരുന്നു. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കയറി വരുന്നല്ലേ. മോൾ ആരാ പഠിപ്പിക്കുന്ന? ഡാൻസ് ആരാ പഠിപ്പിക്കുന്നത്? വിജല ബാലകൃഷ്ണൻ, കോഴിക്കോടാണ്. എത്ര വർഷമായി പഠിക്കുന്നു? ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം. അപ്പം ഇനി എന്തൊക്കെയാണ് ഇതല്ലാതെ വേറെ എന്തൊക്കെയാ പഠിക്കുന്നത്? ഞാൻ ഭരതനാട്യം സുബേഷ് മാഷിന്റെ അടുത്താണ് പഠിക്കുന്നത്. മാഷ് എറണാകുളമാണ്. ഇത് രണ്ടുമാണ് ഇപ്പൊ ഞാൻ പഠിക്കുന്നത്. എന്തോ ചോദിക്കാനുണ്ടോ? ഇത് എന്റെ ചെറുപ്പത്തിലെ വീട്ടില് കനകാംബരം എന്ന് പറഞ്ഞ പൂ ഉണ്ടാവും. ഇപ്പൊ അതങ്ങനെ കാണാറില്ല കേട്ടോ. അത് ചൂടിയ പോലെയുണ്ട്. കനകാംബര പൂവാണോ കുച്ചിപ്പുടിയിൽ അങ്ങനെ കാണുക? അല്ല, ഇത് കളേഴ്സ് ഇങ്ങനെയാണോ? പല കളേഴ്സ് വരും. ഇഷ്ടമുള്ള കളേഴ്സ് വെക്കും. ഇതാണ് ബേസിക് ആയിട്ട് എല്ലാവരും. അപ്പൊ മോൾക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകൾ. ഇന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ ഉയരത്തിലെത്തിയിട്ട് ഒന്നാമതെത്തിയവർ പലപ്പോഴും കലകൾ അതിൽ നിന്നൊന്നും ഇല്ലാതെ ജീവിതത്തിന്റെ ഗൗരവമേറിയ ജീവിതം തിരക്കുകളൊക്കെ വരുമ്പോൾ കലകളില്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരിക്കലും ആവരുത്. ഇതൊരു അനുഗ്രഹമാണ്. അപ്പൊ തീർച്ചയായിട്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴൊക്കെ കലയെ ചേർത്ത് പിടിക്കുക. ചേച്ചി പറഞ്ഞത് മനസ്സിലായില്ലേ?
മനസ്സിലായി. കണ്ടിന്യൂ ചെയ്യും. ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ വെറും കൈയോടെ വിടുന്നു പോകണല്ലേ? ചെറിയൊരു സമ്മാനം. അപ്പം തിരുവനന്തപുരത്ത് വന്ന് നമ്മളെ 24-ൽ വന്ന് ഈ പരിപാടിയൊക്കെ അവതരിപ്പിച്ചതിന് നമ്മുടെ വക 24-ന്റെ വക ഒപ്പം തന്നെ മിൽമയുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ആമ്പ്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മോളെ, താങ്ക് യു. നമ്മൾ ഇനിയും ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? കുച്ചിപ്പുടി കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മിടുക്കി കുട്ടി, സുന്ദരി കുട്ടി. ഈ സായാഹ്നത്തില് അതിസുന്ദരമായ ആ ദൃശ്യമായിരുന്നു നിങ്ങൾ കണ്ടത്. ഇനിയും ഉണ്ട്, തീർന്നിട്ടില്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് എന്താ? അടുത്തത് എനിക്ക് തോന്നുന്നു വേദി 2-ൽ ഇനി സംഘനൃത്തം ആരംഭിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റു പല വേദികളിലും ഒരുപാട് പെർഫോമൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമുക്കൊന്ന് കീർത്തനന്റെ അടുത്തേക്ക് വീണ്ടും പോയാലോ? ഓക്കെ. യെസ്, എന്തായാലും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കൂ. കലോത്സവ നഗരിയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് സ്മിത ഹരിദാസും ഷഹദ് റഹ്മാനും നൽകിക്കൊണ്ടിരുന്നത്.